ഇന്ന് ഞാൻ ദുബായിലെ ദേരയിലെ മൊബൈൽ ഫോൺ മാർക്കറ്റിലാണ്. ഒരു മൊബൈൽ ഫോണിൻ്റെ സർവീസ് സെൻറ്ററിന് വേണ്ട A to Z സാധനങ്ങൾ ഇവിടെയുണ്ട്. ദുബായിലെ UAE എവിടെ വേണമെങ്കിലും നിങ്ങൾക്കൊരു സർവീസ് സെൻറ്റർ സ്വന്തമായി തുടങ്ങുന്ന ടൂൾസും ഉപകരണങ്ങളും പരിചയപ്പെടുത്താം. പല മലയാളികളും എന്നോട് ചോദിച്ചിരുന്നു എങ്ങനെയാണൊരു സർവീസ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ആരൊക്കെ എന്തെല്ലാം ചെയ്തു തരും, അതിന് വേണ്ട ടെക്നീഷ്യനും ടൂൾസും സ്പെയർ പാർട്സും സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ടെക്നിക്കൽ ഹെഡ് സജീർ ഇവിടെ ഉണ്ട്. സജീർ, എന്താണ് പുതിയ അറൈവൽ ഉള്ളതൊന്ന് പരിചയപ്പെടുത്തിക്കുക. ഇതൊക്കെ എന്തൊക്കെയാണ് ഒരു ടെക്നീഷ്യന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മൊബൈൽ ഫോൺ സർവീസ് സെന്ററിന് വേണ്ട എന്തൊക്കെയാണ് ഇതൊക്കെ? ഇത് ഈ സെക്ഷൻ മെയിൻ ആയിട്ട് ഫുള്ള് ഐഫോൺ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പൈൻസ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഗതികളാണ്. ഇത് വാച്ച് റിപ്പയർ ചെയ്യുന്ന പിന്നെ ഐ വാച്ച് ആപ്പിൾ വാച്ച് റിപ്പയർ ചെയ്യുന്ന 1 മുതൽ എല്ലാ മോഡലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ട് ഇവിടെ ഡോങ്കിൾ ഉണ്ട്. ഓക്കെ, ഇതെന്താ മദർ ബോർഡ്? ഇങ്ങനെ ആപ്പിൾ റിപ്പയർ ചെയ്യുന്ന മദർ ബോർഡോ? മദർ ബോർഡ് സ്വൈപ്പ് ചെയ്യുക, അതായത് ഒരു വർക്കിംഗ് മദർ ബോർഡ് തന്നെയാണ്. CPU അതേപോലെ തന്നെ മെയിൻ ICകൾ ഉണ്ടാവില്ല, അത് മാറ്റിയിട്ടതിന് ശേഷം കംപ്ലൈന്റ് ആയ മദർ ബോർഡ് ഓൺ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. വെച്ചാൽ ഒരു മദർ ബോർഡിൽ വലിയ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് മൊത്തം റീപ്ലേസ് ചെയ്തിട്ട് വേണ്ട കമ്പോണൻസ് ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ ടെക്നീഷ്യന് കുറച്ചുകൂടി എളുപ്പമായി CPU ഒക്കെ. വേറെന്തൊക്കെ പുതിയത് വന്ന്? പിന്നെ നമുക്ക് വരുന്നതാണ് ഇപ്പോ ഈ കാര്യങ്ങൾ. അത് JCയുടെ ഒരു V1S എന്നുള്ള ഡോങ്കിളാണ്. അത് ഐഫോണിനകത്ത് ഇപ്പോൾ വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. ട്രൂട്ടോൺ, ഫേസ് ID, ബാറ്ററി എററുകൾ, അങ്ങനത്തെ ഒരുവിധം കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബോക്സ് ആണ്. ഒരു മെഷീന് ഇവിടുന്ന് കൊടുക്കും, അതിന്റെ കൂടി കമ്പോണൻസും കൊടുക്കും. ആ കമ്പോണൻസ് ഇതിന്റെ അഡാപ്റ്ററുകളാണ്. അതും ഓരോ അഡാപ്റ്ററുകൾ നമ്മൾ റീപ്ലേസ് ചെയ്യാം. അല്ല, ഇതിപ്പോ ഒരാൾ വാങ്ങിച്ചു കൊണ്ടുപോയാൽ ഇതിന് വേണ്ടത് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു കാണിച്ചു കൊടുക്കും. എങ്ങനെയാണ് അവർക്ക് യൂസ് ചെയ്യേണ്ടത് ഇതെല്ലാം ഇവിടുന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കും. ഈ ഒരു മെഷീൻ അവർക്ക് എങ്ങനെയൊക്കെ അവർക്ക് ഉപയോഗിക്കാന്നുള്ളത്, ഒത്തിരി കോസ്റ്റ്ലി മെഷീൻസ് അവർക്ക് ഉപയോഗിക്കാനുള്ള കൂടെ കാണിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഐഫോൺ മാസ് മെമ്മറി റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയോട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ആപ്പിളിന്റെ A to Z കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന്റെ ഓതറൈസ്ഡ് ഡീലർ ആണല്ലോ നമ്മുടെ UAE എന്നുള്ള പ്രോഗ്രാമിന്റെ ഓതറൈസ്ഡ് ഡീലർ ആണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. Britco ചെയ്യുന്നത്. അത് ഇവരെല്ലാ പ്രൊഡക്റ്റും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതൊരു ബേസിക് കമ്പ്യൂട്ടറിന്റെ പോലുള്ള മെഷീനാണ്. സ്ക്രീനും പിന്നെ ഇവിടെ നമ്മൾ അവരുടെ അഡാപ്റ്ററുകൾ ഓരോ ആവശ്യത്തിനുള്ള അഡാപ്റ്ററുകൾ നമ്മൾ കണക്ട് ചെയ്യണം. ഓരോ ഒരു ഉദാഹരണത്തിന് ഒരു അഡാപ്റ്റർ ഞാൻ കാണിച്ചു തരുന്നത്. ഇത് നമ്മുടെ ഫേസ് ID റിപ്പയർ ചെയ്യുന്ന ഒരു അഡാപ്റ്ററാണ്. ഇതിലിപ്പോ കാണാം നമുക്ക് 2 Pro Max വരെ ഇതിനകത്ത് അപ്ഡേറ്റഡ് ആണ്. നെക്സ്റ്റ് ജനറേഷൻ ഇത് വരും. 3rd ജനറേഷൻ ആണ്. നെക്സ്റ്റ് ജനറേഷനിൽ 13 ഇതിൽ അപ്ഡേറ്റഡ് ആവും. ആപ്പിളിന്റെ എല്ലാ സൊല്യൂഷൻസും അല്ല. അതേപോലെ തന്നെ നമ്മുടെ ചിപ്പുകൾ, ഇത്ര ചിപ്പുകൾ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണത്. ആ ചിപ്പ് റീഡ് ചെയ്തിട്ട് റൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ അതേപോലെ തന്നെ ഒന്നുള്ളതാണ് ഈ റിപ്പയർ. അതേപോലെ തന്നെ B-Box എന്നുള്ള പ്രോ എന്നുള്ളത്. ഈ B-Box Pro എന്നുള്ളത് JCയുടെ തന്നെ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സെറ്റ് അഴിക്കാതെ മാസ് മെമ്മറി റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. കമ്പ്യൂട്ടറും വേണ്ട, കമ്പ്യൂട്ടറാണ് ചെയ്യുന്നത്. ആപ്പിളിനെ ഡയാഗ് മോഡ് എന്നുള്ള മോഡിലേക്ക് ചേഞ്ച് ചെയ്തതിനു ശേഷം അതിനകത്തുനിന്നാണ് ഇത് സീരിയൽ നമ്പർ കാര്യങ്ങൾ റിപ്പയർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഐപാഡിന്റെ ഐക്ലൗഡ് ബൈപ്പാസ് ചെയ്യാൻ, അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സീരിയൽ നമ്പർ റിപ്പയർ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. അതേപോലെ തന്നെ സെയിം പർപ്പസ് ഉള്ളതാണ് iRepair എന്നുള്ള കമ്പനിയുടെ ആണ്. ഇത് അവരുടെ തന്നെ iRepairന്റെ അഡ്വാൻസ്ഡ് വേർഷൻ ആണ്. അതായത് അവരിപ്പോൾ ഇറക്കിയത് ഈ iRepair എന്നുള്ള ബോക്സും പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് ചിപ്പ് ലെവൽ റിപ്പയറിംഗ് രണ്ടും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ബോക്സ്. സാധാരണ ഈ ബോക്സിൽ ഐഫോൺ X വരെയാണ് സപ്പോർട്ട് ഉള്ളത്. ഇതിനകത്ത് 11 Pro Max വരെ സപ്പോർട്ടാണ്. ചിപ്പ് റിപ്പയറിംഗും പർപ്പിൾ മോഡ് ആക്കിയിട്ടുള്ള 11 Pro വരെ ഇതിനകത്തുണ്ട്. ഇതിന്റെ 2nd ജനറേഷൻ എന്നുള്ള ലെവലിലേക്ക് വന്നാണ് P12. ഇത് വാങ്ങിച്ചു വെച്ചിട്ട് പിന്നെ 11, 12 ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ? അതോ വേറെ അത് മാസ് മെമ്മറിക്ക് അനുസരിച്ചിട്ടാണ് അപ്ഡേഷൻ വരും. 12ന്റെ മാസ് മെമ്മറിൻ്റെത് ആ ലെവലിലേക്ക് വരുള്ളൂ, നിലവിൽ റിലീസ് ആയിട്ടില്ല. പിന്നെ ഇത് ആൻഡ്രോയിഡ് മെമ്മറികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ്രോയിഡ് ഫോണുകൾ, ആൻഡ്രോയിഡ് സെറ്റുകളും ചെയ്യുന്നുണ്ട്. ഇപ്പൊ വരുന്ന ലേറ്റസ്റ്റ് സാംസങ്ങിന്റെ ഒപ്പോ, വിവോ അത് മോഡലില് ഹുവാവേ മോഡൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി വരുന്ന ബോക്സുകൾ. ഇതിപ്പോ അതിനു വേണ്ടി വരുന്ന ഒരു ബോക്സ് ആണ്. ഇങ്ങനെ ഒരുവിധ എല്ലാ ബോക്സിന്റെയും ഒഫീഷ്യൽ ഡീലർ നമ്മൾ തന്നെയാണ്. ബ്രിക്കോ ഒഫീഷ്യൽ ഡീലർഷിപ്പിലുള്ളതാണ്. ZTX കമ്പനിയുടെ EasyJet ആണ്. ഇതിന്റെ ഒഫീഷ്യൽ ഡീലറും നമ്മൾ തന്നെയാണ്. അതുപോലെ തന്നെ ഇനി ഫേസ് ID കാര്യങ്ങളെല്ലാം റിപ്പയർ ചെയ്യുന്ന ഒരുവിധം കേബിൾസ് അവൈലബിൾ ആണ് നമുക്ക്. ഇത് ഇൻഫ്രാറെഡ് കേബിൾ ആണ്. നമുക്ക് ഐഫോണിനകത്ത് വരുന്ന ഈച്ച് ആൻഡ് എവറി സ്പെയർ പാർട്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്.
അതുപോലെ തന്നെ പിന്നെ ബാറ്ററിയുടെ ലൈഫ് സെറ്റ് ചെയ്യുന്ന കംപ്ലൈന്റ് ആയ ബാറ്ററികളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിന്റെ ലൈഫ് റിപ്പയർ ചെയ്യാം. ഇപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പൊ പുതിയ മോഡൽ സെറ്റുകളിൽ ബാറ്ററി റിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാറ്ററി എറർ മെസ്സേജ് വരും. അത് എറർ മെസ്സേജ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ബാറ്ററി പെർസെന്റേജ് 100% ആക്കിയിട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കേബിൾസ് ആണത്. നിലവിൽ ആദ്യം എത്രയാണ് 70 ആണെങ്കിൽ 70, 100 എങ്കിൽ 100 സെറ്റ് ചെയ്ത് തരും, സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഫേസ് ഐ ഡി റിപ്പയർ ചെയ്യുന്ന കേബിളുകളാണ്. അതുപോലെ തന്നെ ഇത് ഇയർ സ്പീക്കർ, നമ്മൾ നോർമൽ ഇയർ സ്പീക്കറോ മറ്റുള്ള കേബിളോ ഐഫോണിനകത്ത് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫേസ് ഐ ഡി അല്ലെങ്കിൽ ഒഫീഷ്യൽ വർക്ക് ചെയ്യില്ല, കാര്യങ്ങൾ വർക്ക് ചെയ്യില്ല. അപ്പൊ അതെല്ലാം റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നോർമൽ കേബിൾ അല്ല, പ്രോഗ്രാമബിൾ ക്യാമറ ആണ്. ഇതെല്ലാം പ്രോഗ്രാം ചെയ്ത് യൂസ് ചെയ്യുന്ന കേബിളുകൾ, സോഫ്റ്റ്വെയർ കൺട്രോൾഡ് കേബിളുകൾ, സാധാരണ സ്പെയർ പാർട്സ് എന്നുള്ള ലെവലിലല്ല. ഓക്കെ, അപ്പൊ ആപ്പിളിന്റെ A to Z സൊല്യൂഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ ഓക്കെ, അത് വേണ്ട പിന്നെ ഇൻഫർമേഷൻ ഒക്കെ കൊടുക്കും. നമുക്ക് മലയാളികളായ ആളുകൾക്കും അല്ലാത്തവർക്കും ഇവിടെ വന്നാൽ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും, ഡെമോൺസ്ട്രേഷനും അല്ലേ, അവർ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കും. അതെ, അപ്പൊ അവർക്ക് നമ്മൾ നോർമൽ കൊടുക്കുന്ന ക്ലാസ് പോരാത്തതിന് നമുക്ക് വേണമെങ്കിൽ അവർക്ക് അഡീഷണൽ അവർക്ക് കോഴ്സ് പോലെ നമുക്ക് കുറച്ച് സമയം എടുത്ത് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആയിക്കോട്ടെ. ഇതെന്താ സജി, ഒരു പുതിയ മെഷീൻ വന്നിട്ടുണ്ടല്ലോ? ഇത് ലേസർ മെഷീനാണ്. ലേസർ മെഷീൻ ഇപ്പോൾ ഇറങ്ങിയ ഏറ്റവും അഡ്വാൻസ് ലെവലിലുള്ള മെഷീനാണ്. സാധാരണ മെഷീൻസ് ഒക്കെ നമ്മൾ കമ്പ്യൂട്ടറിനായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമുക്ക് മൊബൈൽ ഫോണായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എന്തൊക്കെ ഒരു ഫോണിൽ എന്തൊക്കെ ചെയ്യാൻ നമുക്ക് ഇതിനകത്ത് കാര്യമായിട്ട് ചെയ്യുന്നത് ഐഫോണിന്റെ ബാക്ക് ഗ്ലാസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെറ്റ് ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് ബാക്ക് ഗ്ലാസ് നമുക്ക് ലേസർ അടിച്ച് എൻഗ്രേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഈ ബോക്സിൽ വെച്ച് കട്ട് ചെയ്ത് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എടുക്കാം. നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ലേസർ കറക്റ്റ് പോയിന്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഫോക്കസിംഗ് ലീഡാണ്. ഫോക്കസിംഗ് ചെയ്തതിനു ശേഷം ഇതിലാണല്ലേ ലേസർ അല്ലേ, ഇവിടെയാണല്ലേ ഗണ്ണ്, ക്യാപ്പ് ദൂരത്തിന് ശേഷം ചെയ്യാം. അപ്പൊ നമുക്ക് ഓരോ സെറ്റിന്റെ ഇത് കമ്പ്യൂട്ടർ വഴിയും ചെയ്യാം, അതുപോലെ സ്മാർട്ട് ഫോൺ വെച്ചിട്ടും ചെയ്യാം, സോഫ്റ്റ്വെയർ അത് വഴി അല്ലേ. വൈഫൈ കണക്റ്റഡ്, അത് അല്ല വൈഫൈ ഉള്ളതുണ്ട്, വൈഫൈ കണക്റ്റഡ് ആണ്. നോർമലി നമുക്ക് ഇതിന്റെ പഴയ വെർഷനാണ് ഇവിടെ ഉള്ളത്. അപ്പൊ പഴയ മോഡലും പുതിയ മോഡലും എത്തിയിട്ടുണ്ട്, രണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, പഴയ മോഡലാണ് ഇത്, ഇതിന്റെ അതിന്റെ ലേറ്റസ്റ്റ് ആണ് വന്നത്. ഇതിന്റെ ലേറ്റസ്റ്റ് ആണ് അത്. പിന്നെ ഇത് നമ്മുടെ ഒരു ബീറ്റുണ്ട്, പിന്നെ സ്ക്രീൻ ഗാർഡ് കട്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ നമുക്ക് ബാക്ക് ഗ്ലാസിന്റെ സ്റ്റിക്കറുകൾ ഓരോ മോഡലിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റുന്ന മെഷീൻസ് ആണ്. എല്ലാ സ്റ്റിക്കറുകളും ഉണ്ട് അല്ലേ. ഇത് ബാക്ക് കവറുകളാണ് ഓരോന്നിന്റെയും ഓരോ. ഈ മെഷീന്റെ കൂടെ തന്നെ സ്റ്റിക്കർ ഫ്രീ കൊടുക്കുകയാണോ, ഇത് സെപ്പറേറ്റ് കൊടുക്കണോ? കുറച്ച് സ്റ്റിക്കറുകൾ അതിന് കൂടെ ഫ്രീ ഉണ്ട്, ബാക്കിയുള്ള നമ്മൾ അതിന്റെ എമൗണ്ട് അനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഗ്യാരണ്ടി ഒക്കെ ഇവിടെ ഉണ്ട്, UAE എവിടെ വേണമെങ്കിലും ഗ്യാരണ്ടി ഉണ്ട്. ഇതിനെല്ലാം സ്പെയർ പാർട്സ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതിന് എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇവിടുന്ന് റിപ്പയറിങ്ങും കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്താ മെഷീനാണ്? നമുക്ക് ഫ്രീസർ മെഷീനാണ്. മൈനസ് കൊണ്ടുവന്നിട്ട് ഡിസ്പ്ലേ പൊട്ടാതെ ഡിസ്പ്ലേ ഒക്കെ റിമൂവ് ചെയ്യാൻ മോഡൽ കാര്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ഹയർ എൻഡ് മോഡൽ ചെയ്യാൻ വേണ്ടി. ഇതൊക്കെ ഗ്യാരണ്ടി ഉള്ള മെഷീൻ അല്ലേ? എല്ലാം നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഗ്യാരണ്ടി ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഉണ്ട്, അതിനുള്ള പ്രൈസിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. പിന്നെ ടൂളുകളെല്ലാം അവൈലബിൾ ആണ്. ഇതെല്ലാം ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും പല രാജ്യത്തേക്ക് ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. UAE-ക്കാർക്ക് ഇവിടുന്ന് കൊടുക്കും അല്ലേ, നേരിട്ട് വന്ന ഒരു പീസായിട്ടും കൊടുക്കും. ഇതെങ്ങനെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യാന്നുള്ള കോച്ചിങ്ങും തരും. പിന്നെ ലേറ്റസ്റ്റ് മൈക്രോസ്കോപ്പുകളാണ്, വിവിധ തരത്തിലുള്ള അതിന്റെ വ്യത്യസ്ത രീതിയിലുള്ള ഫോക്കസിംഗ്, അതേപോലെ വ്യത്യസ്ത ബ്രാൻഡുകൾ. ഈ ബീറ്റിന്റെ നമ്മുടെ സ്വന്തം ബ്രാൻഡാണ്, മെക്കാനിക്കിന്റെ ബ്രാൻഡാണ്. ഓരോ ടൈപ്പിന്റെ ലൈഫിന്റെ. ഏതാ ഒരു പുതിയ പിന്നെ സോൾഡിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നതാണോ? ഇതാണ് സോൾഡിംഗ് സ്റ്റേഷൻ. സുഗോൺ എന്നുള്ള കമ്പനിയുടെ സോൾഡിംഗ് സ്റ്റേഷനാണ്. ഇതിനകത്ത് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഏറ്റവും മൈന്യൂട്ട് കാര്യങ്ങൾ വരെ ചെയ്യാൻ പറ്റുന്ന 2 തരത്തിലുള്ള അയണുകൾ ഇൻബിൽട്ട്. ഒരു അയൺ സ്റ്റേഷനിൽ തന്നെ 2 എണ്ണം ഉണ്ട്. അതുപോലെ വളരെ സെൻസിറ്റീവായ ടെമ്പറേച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഇത് കഴിയും. അത്രയും മൈന്യൂട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചിപ്പ് ലെവൽ ചെയ്യാൻ, ഐഫോണിലെ മദർ ബോർഡ് സോപ്പിംഗ്, ഇതൊക്കെ ഇപ്പൊ ബ്രിഡ്കോയുടെ ടെക്നീഷ്യന്മാർ ഉപയോഗിക്കുന്നതാണോ നിങ്ങൾ ഈ പരിചയപ്പെടുത്തിയതൊക്കെ? അതെ, നമ്മുടെ ലാബിലുണ്ട്, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ഫോണിന്റെയും സർവീസ് സൊല്യൂഷൻ നമ്മുടെ അടുത്തുണ്ടല്ലോ. ഓക്കെ, എന്താ വില കൂടിയ ഒരു സ്ക്രൂ ഡ്രൈവർ വന്നിട്ടുണ്ട് പറഞ്ഞ ടെക്നീഷ്യന്മാർ കാണട്ടെ അതൊന്ന്. എന്തതിന്റെ പ്രത്യേകത? 350 ദിർഹമാണ് അത്ര ഒരു പെട്ടിക്ക് അല്ലേ? 375. ഇത് നമുക്ക് അതിന്റെ യൂസേജ് ആണ്. 3D ടൈപ്പ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ടിപ്പ് 3D ടൈപ്പ് ആണ്. നമുക്കിത് അടിച്ചതിന് ശേഷം നമുക്ക് ചേഞ്ച് ചെയ്യാൻ. അതേപോലെ തന്നെ അത് യൂസേജ് ആണ് ഇതിന്റെ. നല്ല വെയിറ്റ് ഉണ്ട്, പക്ഷെ ഈ ഒരു എൻഡ് ഇങ്ങനെ തിരിയുന്നുണ്ട് ഇവിടെ. ഇതൊരു രസമായി തിരിയുന്നുണ്ട്. അത് ഉപയോഗിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ അതിന്റെ പ്രവർത്തനത്തിലും മാറ്റം ഉണ്ടാവും. ക്വാളിറ്റിക്ക് നല്ല വ്യത്യാസമുള്ളതാണ്. വേറെന്താ? ഇതെന്താ? ഇത് നമുക്ക്
ആപ്പിളിന്റെ എയർപോർട്ടുകൾ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സ്റ്റാൻഡാണ്. ആപ്പിളിന്റെ എയർപോർട്ട് റിപ്പയർ ചെയ്യാൻ വേണ്ടി വരുന്ന ഉപയോഗിക്കുന്ന സ്റ്റാൻഡുകളാണ്. ഇതിന്റെ ആപ്പിളിന്റെ എയർപോർട്ടിന് മറ്റു വല്ല ടൂൾസുകളോ അല്ലെങ്കിൽ മറ്റ് പാർട്സുകളോ ഒക്കെ ഇവിടെ ഉണ്ടോ? പാർട്സ് ഉണ്ട്. ഇത് അതിന്റെ ബാറ്ററികളാണ്. ആപ്പിളിന്റെ എയർപോർട്ടിന്റെ ബാറ്ററികളാണ്. ഇതിന് സൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞ് നടത്തിയിരുന്നല്ലോ. നമ്മുടെ പിന്നെ കോട്ടക്കൽ സർവീസ് സെന്ററിൽ ഇതിന് എത്തിയിട്ടുണ്ടല്ലേ അതിന്റെ കേസ്? കാരണം ആപ്പിളിന്റെ ഈ ഹെഡ്സെറ്റിന് തന്നെ നല്ല വിലയുണ്ട്. അപ്പോൾ അത് കേടൊന്നും വലിച്ചെറിയാൻ പറ്റില്ല. അപ്പോൾ ഇത്ര മൈന്യൂട്ട് സാധനങ്ങൾ വരെ റിപ്പയർ ചെയ്യുന്ന സ്പെയർ പാർട്സുകൾ ഇവിടെ ഉണ്ട്. അതിന്റെ എല്ലാ സ്പെയറും ഉണ്ടല്ലേ? പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ആപ്പിളിന്റെ അല്ലേ? ലേറ്റസ്റ്റ് വന്ന ഐഫോൺ 13 Pro Maxന്റെ ബാക്ക് ഗ്ലാസ് ആണ്. ഇത് എല്ലാ 13 സീരീസ് എല്ലാതും വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ അവൈലബിൾ ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് സീരീസ്. അതുപോലെ തന്നെ ആപ്പിൾ വാച്ചിന്റെ സ്ക്രൂ ഡ്രൈവർ ആണ്. നോർമൽ സ്ക്രൂ ഡ്രൈവേഴ്സ് ആപ്പിൾ വാച്ച് അയക്കുന്ന അതുണ്ട്. വേറെന്താ പുതിയ ഐറ്റംസ് പറയും? നമ്മുടെ ഐഫോണുകൾ മദർ ബോർഡ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ്. അതിന്റെ ലേറ്റസ്റ്റ് സീരീസിൽ വരുന്ന ഒരു ഐഫോണിന്റെ തന്നെ ഐഫോൺ മദർ ബോർഡ് ഇപ്പോ സാൻഡ്വിച്ച് ടൈപ്പ് മദർ ബോർഡാണ് വരുന്നത്. ഡബിൾ ടക്കർ ആയിട്ട് മദർ ബോർഡ്. ഇതൊരു മെഷീനാണ്. ഇതിന്റെ അഡാപ്റ്ററുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഈ അഡാപ്റ്ററുകൾ ഓരോ മോഡിനും ഓരോ അഡാപ്റ്റർ. ഇത് 12 സീരീസ് തന്നെ. ഇത് ക്യാമറകൾ മാത്രം. ലേറ്റസ്റ്റ് സീരീസിന്റെ ക്യാമറ 12 Pro Max Xന്റെ ഒക്കെ ക്യാമറകൾ നമുക്ക് റിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ ക്യാമറ ഹീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മോൾഡാണ്. അതേപോലെ തന്നെ ഓരോ 12 Pro Maxന്റെ അങ്ങനെ ഓരോ മദർ ബോർഡ് ഉണ്ട്. നമുക്ക് ഈ ബോർഡുകൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്യാനും അത് റിപ്പയർ ചെയ്തതിനു ശേഷം റീപാക്ക് ചെയ്യാനും ഈ സാധനം മെഷീൻ ഉപയോഗിക്കാം. ഇതിനൊക്കെ സോഫ്റ്റ്വെയർ കൺട്രോൾ അവരുടെ ടെമ്പറേച്ചർ കാര്യങ്ങൾ അവരെ ഓപ്ഷൻസ് നമുക്കൊന്ന് കിട്ടാൻ പറ്റില്ല. ഇവിടെ കുറെ ടൂൾസുകൾ എന്തൊക്കെയാണ്? സ്പെയർ പാർട്സ് ആണ് അതൊക്കെ? എന്താ? അതെ, നമുക്ക് മദർ ബോർഡിൽ റീബോർഡ് ചെയ്യുന്ന പ്ലേറ്റുകളാണ് ഇത് വരുന്നത്. അതേപോലെ തന്നെ മദർ ബോർഡുകൾ നമുക്ക് റീബോർഡ് ചെയ്യുന്ന ആപ്പിൾ ഉണ്ട്. അതേപോലെ ബാക്കിയുള്ള മോഡലുണ്ട്. മെയിൻ ആയിട്ട് ആപ്പിൾ ആണ് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരുന്ന വിവിധ തരത്തിലുള്ള സ്റ്റെൻസിലുകളാണ്. ഇത് ഐഫോണിന്റെ സ്റ്റെൻസിലറാണ്. അതേപോലെ തന്നെ ഇത് ആൻഡ്രോയിഡിന്റെ ആണ്. ആൻഡ്രോയിഡിന്റെ മാസ് ലെവല്, അതായത് ഏറ്റവും ലെവലിൽ ചെയ്യാൻ പറ്റുന്ന സ്റ്റെൻസിലുകളാണ്. നല്ല ക്വാളിറ്റി സാധനമാണ്. പിന്നെ അതേപോലെ തന്നെ നോർമൽ സ്റ്റെൻസിലുകളും നോർമൽ ആയിട്ടുള്ള ഒരുവിധ എല്ലാ സ്റ്റെൻസിന്റെ കളക്ഷൻസ് ഉണ്ട്. ഹുവാവേ, സാംസങ്, ഐഫോൺ, അതേപോലെ തന്നെ എല്ലാത്തിന്റെയും ചൈനീസ് മോഡലുകൾ, അങ്ങനത്തെ ഒരുവിധ എല്ലാ മോഡൽസിന്റെയും അവൈലബിൾ ആണ് നമ്മുടെ. ഇതൊക്കെ ഹോൾസെയിൽ ആയിട്ടും കൊടുക്കുന്നില്ല, കടക്കാർക്ക് ഷോപ്പുകാർക്ക് ഇവിടെ വിൽപ്പനയ്ക്ക് കൊടുക്കും. എല്ലാം ഉണ്ട്. നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിനും അതേപോലെ തന്നെ ഇതിപ്പോൾ ആൻഡ്രോയിഡ് ലെവലിൽ സെറ്റുകളുടെ മദർ ബോർഡാണ്. ഞാൻ പറഞ്ഞത് നേരത്തെ ഐഫോണിന്റെ പറഞ്ഞ പോലെ തന്നെ സാൻഡ്വിച്ച് ടൈപ്പ് ആൻഡ്രോയിഡിലും വരുന്നുണ്ട്. അവ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് സെൻസിറ്റീവ്. അപ്പോൾ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയിൽ നിങ്ങൾക്ക് ഒരു ടെക്നീഷ്യനെ വേണം, ഇൻഷാല്ലാ നിങ്ങളിവിടെ UAE ബ്രിഡ്കോ ഡയറയിൽ ബന്ധപ്പെട്ടാൽ കിട്ടും. ടൂൾസ് സ്പെയർ പാർട്സും ഒക്കെ അത് വേറെ കിട്ടും. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇവിടെ നിങ്ങളുടെ വിലപിടിപ്പുള്ള ഫോണുകൾ റിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാം. ഷോപ്പുകളിൽ നിന്നും വേണമെങ്കിൽ ഹോൾസെയിൽ ആയിട്ട് കൊണ്ടുവന്ന് ഇവിടുന്ന് നല്ല പ്രൈസിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ എല്ലാ ടൂൾസുകൾ, സ്പെയർ പാർട്സുകൾ, ഒരു നല്ലൊരു ടെക്നീഷ്യനെ വേണമെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളതും നോർമൽ ടെക്നീഷ്യനെ വേണോ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രിഡ്കോ ആയിട്ട് ബന്ധപ്പെട്ടാൽ മതി. നിങ്ങൾക്ക് ഒരു സർവീസ് സെന്റർ തുറക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ. കുറെ എന്റെ സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു എനിക്ക് ടെക്നീഷ്യനെ വേണം, ഞാൻ എവിടെയാണ് ബന്ധപ്പെടേണ്ടത്? താഴെ ഞാൻ അഡ്രസ് ഇടുന്നുണ്ട്. ഇവിടെ ബന്ധപ്പെട്ട ടെക്നീഷ്യനെ തരും. നാട്ടിലാണോ വേണ്ടത് ഇവിടെയാണോ വേണ്ടത് പറഞ്ഞാൽ മതി. പഠിച്ച ബ്രിഡ്കോ ക്വാളിഫൈഡ് ആയ ടെക്നീഷ്യന്മാരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫർദർ സപ്പോർട്ടും ഇൻഷാല്ലാ ഇവിടുന്ന് കിട്ടും. പിന്നെ ഫ്രാഞ്ചൈസി സർവീസ് സെന്റർ, അതിന്റെ ഡീറ്റെയിൽ ഇവിടുന്ന് ചോദിക്കുക. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ ഒരു സർവീസ് സെന്റർ തുടങ്ങണമെങ്കിൽ അതിൻ്റെതായ ബ്രിഡ്കോയുടെ പേര് വെച്ചിട്ട് വേണോ, അല്ലാത്തത് അതിന് കണ്ടീഷൻ വേറെ ഉണ്ട്. താല്പര്യമുള്ളവരും താഴത്തെ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. പിന്നെ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ താല്പര്യമെങ്കിൽ അതിന്റെയും ഡീറ്റെയിൽ താഴത്ത് ഞാൻ ഇടാം. അത് ഇന്ത്യയിലാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇന്ത്യൻ അഡ്രസ്സ് താഴെ ഇടാം. ഞാൻ ഇതുവരെ പറഞ്ഞു ഇവിടെ പരിചയപ്പെടുത്തൊക്കെ UAE ദുബായിയുടെ അണ്ടറിൽ പെട്ടാണ്. അഡ്രസ്സ് മുകളിൽ ഉണ്ടാവും. ഇനി ഫർദർ എന്ത് എൻക്വയറി നിങ്ങൾക്ക് ഉണ്ടെങ്കിലും താഴെ നിങ്ങൾ കമന്റ് ഇടുക. പറ്റാവുന്ന റീപ്ലൈ ഒക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ അതിന്റെ വഴി തന്നെ തരാം.